ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇത് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കപ്പിൾ ചലഞ്ച് വീഡിയോ ആണ്. ചലഞ്ചിന്റെ പേരെന്താണ്? അതെ, യു ആൻഡ് മീ ചലഞ്ച്. നീയോ ഞാനോ ചലഞ്ചാണ്. അപ്പൊ ചലഞ്ചിന്റെ റൂള് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 10-15 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഇവിടെ പറയും. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയും. അത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് നമ്മൾ നമ്മൾ കാണിക്കണം. ഇപ്പൊ നമ്മളിപ്പോ പേപ്പർ വെച്ചിട്ടുണ്ട്. പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ പേപ്പറിൽ ജിബി എന്ന് എഴുതിയിട്ടുണ്ട്, അച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും അതിന് ആൻസർ ആർക്കാണ് ചൂസബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ പേര് ഏതാണെന്ന് നമ്മൾ കാണിക്കാം. ഓക്കെ, അപ്പൊ ചേട്ടന്റെ കയ്യിലും അതുണ്ട്. അപ്പൊ ആരാണോ നമ്മളിപ്പം ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും അതിന്റെ ആൻസർ കറക്റ്റ് ഏതാണെന്ന് പറയാം. ഓക്കെ, ചേട്ടന് മനസ്സിലായോ? ഗെയിം കളിക്കാൻ ഓക്കെ ആണോ? ജയിക്കോ തോക്കോ? എന്റെ തൊണ്ടയിലാരെയും കയറി പിടിച്ച ഇപ്പൊ ഒന്നും നടക്കുന്നല്ലേ? എന്താ ചോദിച്ചോണ്ടിരിക്കുന്നത്? ജയിക്കോ തോക്കുന്നല്ലേ ചോദിച്ചാ? ജയം എപ്പോഴും ആണുങ്ങളുടെ കയ്യിലാണ്. അതാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അതെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? കാത്തിരുന്ന് കാണാം. ഓക്കെ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഇതുപോലെ ഫണ്ണി വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? കറക്റ്റ് ആയിട്ടാണ് ആൻസർ പറയാം. പൊട്ടത്തിലൊന്നും കാണിക്കില്ല കേട്ടോ. ഓക്കെ, എല്ലാം ഞാൻ തന്നെ ജയിക്കുന്നു. ഓക്കെ, ഒന്ന് കണ്ട് ഗെയിം കളിച്ചു കാണാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളിൽ ആരാണ് വായി നോക്കി? ഞാൻ പൊക്കിയിട്ടുണ്ട്. എങ്ങനെ? എങ്ങനെ? ആര് വായി നോക്കി? ഞാൻ പറയാം. ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ അതിനെ കൂടെ പെമ്പിള്ളേര് പോകും. ഫുഡിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളെ കണ്ണ് വിടാതെയാണ് വായി നോക്കണം. ഒരു കോഴിയാണ് ഗൈസ്, ഒരു കോഴി. കണ്ണോടാണ് നോക്കാൻ വെച്ചിരിക്കുന്നത്. അത് കോഴി അല്ലല്ല, അത് കുറച്ച് നോക്കാം. ഫുഡ് കഴിക്കുമ്പോ പോലും ഫുഡ് പോലും നോക്കാതാണ് ഗൈസ് എന്ത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും നല്ല ഡ്രസ്സിംഗ് സെൻസ് ആർക്കാണുള്ളത്? അത് കറക്റ്റ് ആണ്. ഡ്രസ്സിംഗ് സെൻസ് ചേർന്ന് തന്നെയാണ് ഉള്ളത്. എന്റെ ഡ്രസ്സൊക്കെ ചേർന്നാണ് സെലക്ട് ചെയ്തായിരുന്നു. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്? ഞാനാണ് ഗൈസ്. ഞാൻ എപ്പോഴും ഫോൺ യൂസ് ചെയ്യാറുണ്ട്. ചേട്ടൻ വന്നപ്പോൾ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത്. എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. നമ്മളിത് അങ്ങനെ പറഞ്ഞ് കോമഡി ഒക്കെ പറയണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്നത്? ഞാനാണ് ഇമോഷണൽ ആവുക. എന്ത് വഴക്ക് പറഞ്ഞാലും ഞാനാണ് പെട്ടെന്ന് ഇമോഷണൽ ആവുന്നത്. ചേട്ടന്റെ മനസ്സ് കല്ലിന്റെ മനസ്സാണ്. വഴക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് വിഷമം വരും. കല്ല് മനസ്സ്. എന്തെന്താ വിഷമം പറഞ്ഞ? ഞാൻ ബാക്കി പറഞ്ഞൂടെ? എന്റെ പിഞ്ച് മനസ്സ് അവിടെയാണ് പിഞ്ച് മനസ്സിരിക്കുന്നത്. അതെ. അടുത്ത ക്വസ്റ്റ്യൻ. ആർക്കാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം? എനിക്കാണ്. നമുക്ക് രണ്ടുപേർക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഏറ്റവും കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം ഇച്ചാനാണ്. എന്നാലും എനിക്ക് ഇഷ്ടമുണ്ടല്ലോ. ഞാനും വെക്കണം. എനിക്ക് ഇഷ്ടമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. നന്നായി ഭക്ഷണം കഴിക്കുന്നത് ആരാണ്? ഇത് ആര് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത്? എവിടെ പോയാലും ഒരേ ഭക്ഷണം കഴിച്ച് വായി നോക്കി കഴിക്കുന്നത് ജിംചാണ്. ഞാൻ അല്ല. നന്നായിട്ട് കഴിക്കുന്ന ശരിക്കും പറഞ്ഞ അച്ചുവാണ്. അച്ചുവാണെങ്കിൽ വീണ്ടും എന്താ മുള്ളു വരെ കളയാതെ എല്ലാം പൈസ കൊടുത്ത് വാങ്ങിച്ചതില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ചാവച്ചാച്ചു. നല്ലതല്ലേ? നിങ്ങളൊന്ന് പറയുന്നത് നല്ലതാണോ കഴിക്കാണോ എന്ന്? ചിലയിടത്ത് അങ്ങനെ കാണിക്കണം.
വീട്ടിലുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ടൊന്നും പോയി നമ്മളൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അത് ശരി. കടയിൽ പോകുമ്പോൾ അതൊക്കെ മാനേഴ്സ് അത് മാറ്റി വയ്ക്കും. അതെ. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ആരാണ്? ഞാൻ ചേട്ടനാണ് കൂടുതൽ സമ്മതിച്ചിരുന്നു. ഞാൻ കുറച്ച് മടിയെത്തിയാണ്. ചുമ്മാ ഇരിക്കുന്നത് ഇഷ്ടമല്ല. എങ്ങനെ ബിസി ആവാം, ചുമ്മാ ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഉറങ്ങുന്ന സമയം പോലും എന്തെങ്കിലും ജോലി എടുക്കണം, അങ്ങനത്തെ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. ഇതെങ്ങനെ ചുമ്മാ ഇരിക്കാന്ന് മാത്രം ഇത് ഉറക്കം എണീച്ച സമയം പോലെ എങ്ങനെ ചുമ്മാ ഇരിക്കാൻ മാത്രം ആലോചിക്കുന്നത് ഭാര്യയാണ്. കഴിഞ്ഞ ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകുന്നത് വരെ ചുമ്മാ ജോലി കൊണ്ടിരിക്കും. ഞാൻ ചുമ്മാ ഇരിക്കുന്നതിന് ഇഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് കൂടുതൽ പണിയെടുക്കുന്നത് എന്റെ ഭർത്താവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ഏറ്റവും നല്ല കുക്ക് ചെയ്യുന്നത്? കല്യാണത്തിന് മുന്നേ വരെ നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഒരു ദോശ ഇപ്പൊ നേരെ ചൂടാൻ പോലും അറിയത്തില്ല ഗൈസ്. ആ ഒരു അവസ്ഥയിലാണ് പൊന്നിരിക്കുന്നത്. എനിക്കിവിടെ ഒന്നും ഉണ്ടാക്കി തരുന്നില്ല. ഒന്നും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞോപ്പാ, ഞാനാണ് നന്നായിട്ട് വെറൈറ്റി ഫുഡ് എന്നുണ്ടാക്കി കള്ളത്തിന് പറഞ്ഞ് നോക്കി നാളെ ഒന്നും കിട്ടൂല. സത്യമാണ് ഗൈസ്. ദോഷിച്ചിട്ടുള്ളത് ഒന്ന് ഇന്ത്യയുടെ രൂപമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിന്റെ രൂപങ്ങളൊക്കെയാണ് ദോശ അടിച്ചിട്ട് വയ്ക്കുന്നത്. ദോശ കഴിച്ചാൽ പോരെ, ഷേപ്പ് നോക്കിക്കൊണ്ടിരിക്കണല്ലോ. നമ്മളത് കേരളീയരൊക്കെ ഷേപ്പ് ഒക്കെ നോക്കിയാണ് ഞാൻ ഫുഡ് ദോശ കുക്കിങ്ങിൽ ആരാണ് സത്യം പറ? കുക്കിങ്ങിൽ ആരാണ് സത്യം പറ? അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് സ്വയമായിട്ട് പുകഴ്ത്തുക എന്നൊരു സ്വന്തമായിട്ട് മോശം ഹാബിറ്റ് നിങ്ങളെ പുകഴ്ത്തില്ല, ഞാനെങ്കിലും പുകഴ്ത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടാ. ഓക്കെ. ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? സത്യം പേര് റൊമാൻസ് അല്ല, റൊമാൻറ്റിക് അല്ല, സോറി റൊമാൻറ്റിക് അല്ല. കാരണം നമ്മള് റൊമാൻസ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തല്ലുവായി. എന്തെങ്കിലും കൊണ്ടിട്ട് പറഞ്ഞിട്ട് ട്രിപ്പ് പോയ പോണ വഴിക്ക് ട്രിപ്പിലാണ് റൊമാൻസ് എടുത്തത് പോണത്. റൊമാൻസ് നടത്തുന്നത് റൊമാൻറ്റിക്കായി വരുമ്പോ അപ്പോഴത്തേക്ക് ആസ്ഥാനത്ത് എന്തെങ്കിലും കയറി പോയ ഇഷ്ടം പറഞ്ഞ് മനുഷ്യനെ നമുക്ക് ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ. നമ്മൾ രണ്ടുപേരും റൊമാൻറ്റിക് ഇന്നും നല്ല റൊമാൻറ്റിക് ആയിരുന്നു. അതെ അതെ, നല്ല റൊമാൻറ്റിക് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനോട് പോ. ആരാണ് ആദ്യമായി ഉമ്മ തന്നത്? ഞാൻ ആൻസർ തന്നിട്ടുണ്ട്. അവിടെ എന്തോ ചുമ്മാ തള്ളാണ്. സ്വന്തമായിട്ട് എത്ര പ്രാവശ്യം തന്നു ഓർമ്മയില്ലെന്ന് ഏറി എത്രാമതാണ് തന്നെന്നാണ് തന്നത് ആലോചിച്ചോണ്ടിരിക്കുന്നത്. കള്ളം പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറും കള്ളത്തരമാണ് ഗൈസ് പറയുന്നത്. ഞാനാണോ ചേരാണ് കേട്ടോ കള്ളത്തിനോട് പറയുന്നത്. അടുത്തൊരു ഗെയിം കളിക്കൂല ഈ കളത്തിലെ കളികൾ കളിച്ചോണ്ടിരിക്കുന്നത്. സത്യം പറ, സത്യം പറ, വ്യൂസിനോട് സത്യം പറ. ആരും പറ. എനിക്ക് ഓർമ്മയില്ല. ചേരാണ് കേട്ടോ, എനിക്ക് നല്ല ഓർമ്മ. എനിക്ക് ഉമ്മ ചേരല്ലേ ഫസ്റ്റ് അല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കത് തലവേദനയായിരുന്നു. അതെ അതെ, എനിക്ക് തലവേദന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോ. പരിചയിക്കട്ടെ, ക്ഷമിക്കണ്ട, സങ്കടപ്പെടണ്ട. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടി ഉണ്ടാക്കിയാൽ ആരാണ് ഫസ്റ്റ് സോറി പറയുന്നത്? ഞാനാണ് കേസ്. രണ്ടുപേരും സോറി പറയാറുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കാരണത്താലാണ് ഞാൻ അടി ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ പോയി സോറി പറയും. ഇച്ചാന്റെ കാരണത്താലാണ് അടി ഉണ്ടാക്കുന്നെങ്കിൽ ഇച്ചായ പോയി സോറി പറയും. രണ്ടുപേരും സോറി പറയാറുണ്ട്. പക്ഷെ കുറച്ച് പെട്ടെന്ന് പറയണത് ഇച്ചായാലും സോറി പറയും. എന്തിനാണ് നമ്മളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു? എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്താലേ അടുത്ത പ്രശ്നത്തിലോട്ട് പോകാൻ പറ്റും.
എന്നും അടിയാണ് ഗൈസ്, എന്നും വഴക്കും ബഹളവും. അതെല്ലാം ഉണ്ടാക്കുന്ന വെച്ചു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ, അത് തുടക്കം കുറിക്കണത് ആരാണ്? ഇച്ചാനല്ലേ? അതെ അതെ. ഇനിയൊന്ന് പറയണ്ട. അടുത്തത് ഇല്ല, തീർന്നില്ല, ഇനിയുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്? നിങ്ങൾ എന്തോന്ന് സംസാരിക്കും? എന്ന് സംസാരിച്ചു വെച്ചു. എവിടെയും പോണേ വണ്ടി കയറി പിന്നെ വായന കൊത്തി ഉണ്ടായിരിക്കും, വായിക്കാത്ത മുത്തുപോയി. ഭയങ്കര സാഡ്നസ്. ഞാനാണ് കൂടുതൽ സംസാരിക്കുന്നത്. സത്യം, സത്യം, ഇനി എന്റെ തന്നെയുണ്ട് സത്യം. നമ്മളിപ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും സംസാരിക്കും, ഞാനാണ് കൂടുതൽ സംസാരിക്കുന്നത്. അത് തന്നെ. കള്ളോട് പറയാറില്ല, സംസാരിക്കാറേ ഇല്ല. എവിടെയെങ്കിലും പോണെങ്കിൽ കാര്യത്തിൽ ഉറങ്ങുക, പിന്നെ അല്ലെങ്കിൽ കഴിച്ചോണ്ടിരിക്കുക. പിന്നെ സംസാരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇടയ്ക്കെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എന്തെങ്കിലും സംസാരിക്കണം. ഓക്കെ, ഇനി നോക്കാം, ശ്രമിക്കാം. ഇനി ആലോചിച്ച് പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ബുദ്ധിജീവി ഞാനാണ് ഗൈസ്. ഫുള്ള് പണ്ടത്തിനാണ്. ഇപ്പൊ തന്നെ ഓരോന്ന് പറയാനായിട്ട് എന്താ ഫുള്ള് പണ്ടത്തിനാണ് പറയുന്നത് ഗൈസ്. ഞാൻ ആൻസർ അല്ല ബുദ്ധി, പിന്നെ ക്വസ്റ്റ്യൻ അല്ല പ്രവൃത്തിയിലാണ് ബുദ്ധി. അതെ ഗൈസ്. ഇനിയുള്ള ഒരുപാട് ചാൻസസ് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കാണ് ബുദ്ധി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ആർക്കാണ്? ഇത് സത്യം പറയാം ഗൈസ്, ഇത് 2-3 ദിവസം കൊണ്ട് ഇച്ചാന് ഭയങ്കര ദേഷ്യമാണ്. എന്ത് കാണിച്ചാലും ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ ഞാൻ പാവമാണ് ഗൈസ്. ഞാൻ ഇതിലൊക്കെ സംസാരിക്കുന്നത് ഇപ്പം ഒരു 3-4 ദിവസം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ സത്യമല്ലേ, സത്യം ദേഷ്യപ്പെടാറില്ലേ? അതെങ്കിലും സത്യം പറ. ചുമ്മാ ഇരുന്ന് ഫോൺ വിളിച്ചിട്ട് എന്ത് ഫോൺ എടുക്കാത്ത എന്ന് പറഞ്ഞ് ചുമ്മാ ദേഷ്യമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് നിൽക്കുമായിരിക്കും, അപ്പോഴും ഫുള്ള് ദേഷ്യം, ക്രൂരമായ സ്വഭാവം, പാവമാണ്. എന്തെങ്കിലും പ്രശ്നം വന്ന അപ്പൊ ഇവിടെ എന്നെ തലേ കുട്ടിനെ കെട്ടിത്തൂക്കി എടുത്തേ. അതാണ് അവസ്ഥ. പീഡനം ഫ്രണ്ട്സ് കഴിഞ്ഞായിരുന്നു. ഇല്ല, ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിന്റെ അടി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അതെ, ബാക്കി വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇതുപോലത്തെ വണ്ടി വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.